62ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൻ്റെ ഒരുക്കങ്ങൾ പൂർത്തിയായി വരികയാണ്. ഇന്ന് രാവിലെ 8 മണിക്ക് 117 പവനുള്ള സ്വർണ്ണക്കപ്പ് കോഴിക്കോട് നിന്നും അതിൻ്റെ പ്രയാണം കൊല്ലത്തേക്ക് ആരംഭിച്ചിട്ടുണ്ട്. കഴിഞ്ഞ വർഷത്തെ ജേതാക്കൾ എന്ന് പറയുന്നത് കോഴിക്കോട് ജില്ലയാണ്. അതുകൊണ്ട് സ്വർണ്ണക്കപ്പ് സൂക്ഷിച്ചിരുന്നത് കോഴിക്കോട് ജില്ലയിലാണ്. കോഴിക്കോട് കോർപ്പറേഷൻ്റെ മേയർ സ്വർണ്ണക്കപ്പ് വിദ്യാഭ്യാസ ഉദ്യോഗസ്ഥന്മാർക്ക് കൈമാറി. അത് സംസ്ഥാനത്തെ എല്ലാ ജില്ലകളും സഞ്ചരിച്ച് 3-ാം തീയതി ഉച്ചയോടുകൂടി കൊട്ടാരക്കര എത്തിച്ചേരും. കൊല്ലം ജില്ലയുടെ അതിർത്തിയിൽ വെച്ച് ധനകാര്യ വകുപ്പ് മന്ത്രി ബാലഗോപാൽ, മന്ത്രി ചിഞ്ചുറാണി, മന്ത്രി ഗണേഷ് കുമാർ, കൊല്ലം കോർപ്പറേഷൻ മേയർ, കൊല്ലം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ്, 62ാമത് കലോത്സവത്തിൻ്റെ വിവിധ സബ് കമ്മിറ്റികളുടെ ഭാരവാഹികൾ ഇവരെല്ലാം കൂടെ ചേർന്നുകൊണ്ട് സ്വീകരിച്ച് നഗരത്തിൽ വലിയ ഘോഷയാത്രയോടുകൂടി ആശ്രമ മൈതാനത്തിൽ എത്തിച്ചേരും. ഇന്നിപ്പോൾ ഇവിടെ ആശ്രമ മൈതാനത്തിൽ നടന്ന ചടങ്ങെന്ന് പറയുന്നത് ഇത് കേരളത്തിലെ ഏറ്റവും വലിയ മൈതാനമാണ്. ഏകദേശം 54 ഏക്കറുള്ള ഏറ്റവും വലിയ മൈതാനമാണ്. ഇത് ഇന്ന് വൃത്തിയാക്കുക എന്ന നടപടിയാണ് ഇവിടെ സ്വീകരിച്ചത്. കൊല്ലം കോർപ്പറേഷൻ മേയറുടെ നേതൃത്വത്തിൽ, വിവിധ രാഷ്ട്രീയ പാർട്ടിയുടെ പ്രവർത്തകരുടെയും നേതൃത്വത്തിൽ, വിദ്യാർത്ഥികളുടെയും ഒക്കത്തിൻ്റെ നേതൃത്വത്തിൽ ഇന്ന് രാവിലെ 7 മണി മുതൽ ഇതിൻ്റെ ശുചീകരണ പ്രവർത്തനം ആരംഭിച്ചു. ഏറ്റവും വലിയ ദൗത്യമാണ് അവർ ഏറ്റെടുത്തിരുന്നത്. ഏതാണ്ട് മൈതാനം മൊത്തം ശുചീകരിക്കുന്നതിന് വേണ്ടി കഴിഞ്ഞു എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. നമ്മുടെ മെയിൻ വേദി എന്ന് പറയുന്നത് ONV കുറുപ്പ് സാറിൻ്റെ പേരിൽ ഉള്ള ഈ ആശ്രമ മൈതാനിലെ വേദിയാണ്. 60,000 സ്ക്വയർ ഫീറ്റാണ് ഈ വേദിയുടെ വലിപ്പം എന്ന് പറയുന്നത്. 10,000 കസേരകൾ ഇവിടെ ഇടുന്നുണ്ട്. അപ്പോൾ 10,000 പേർക്ക് ഒരേ സമയം ഇരുന്ന് കാണുന്നതിനുള്ള സൗകര്യം ഒരുക്കിയിട്ടുണ്ട്. തൃശ്ശൂരിലുള്ള ഉമ്മറാണ് ഇതിൻ്റെ കരാർ എടുത്തിരിക്കുന്നത്. കഴിഞ്ഞ 25 വർഷക്കാലമായി സ്കൂൾ കലോത്സവത്തിൻ്റെ പന്തലിൻ്റെ ചുമതല ഏറ്റെടുക്കുന്നത് ഉമ്മറാണ്. ഉമ്മറിന് കൊടുക്കുകയല്ല, നിയമാനുസരണമുള്ള ടെൻഡറിലൂടെ ഉമ്മറിനാണ് ഇതിനെ കിട്ടുന്നത്. ഉമ്മർ പറഞ്ഞ സമയത്ത് തന്നെ പൂർത്തീകരിച്ച് നമ്മുടെ ഏൽപ്പിച്ചു. അതാണ് നമ്മളിപ്പോൾ ഇവിടെ ഉദ്ഘാടനം ചെയ്തത്. അങ്ങനെ ആ നിലയിൽ നമ്മുടെ 62ാമത് കലോത്സവത്തിൻ്റെ നടപടിക്രമങ്ങൾ നല്ലവണ്ണം പുരോഗമിച്ചു വരികയാണ്. കൊല്ലം ജില്ലയിലെയും നഗരത്തിലെയും ജനങ്ങളാകെ തന്നെ കക്ഷിരാഷ്ട്രീയത്തിനതീതമായി എല്ലാവരും തന്നെ ഈ 14,000-ഓളം വരുന്ന കലാപ്രതിഭകളെ സ്വീകരിക്കുവാനും അവർക്ക് ആവശ്യമായ സൗകര്യങ്ങൾ ഒരുക്കുന്നതിന് വേണ്ടി രംഗത്ത് ഇറങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. പൊതുവിദ്യാഭ്യാസ വകുപ്പിന് വലിയ പിന്തുണയാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. എല്ലാ പിന്തുണയും ലഭിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെ പിന്തുണയും സഹായവും വീണ്ടും ഞാൻ അഭ്യർത്ഥിക്കുകയാണ്.